ഹായ് ഡിയേഴ്സ്. അപ്പോഴില്ലേ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വളാഞ്ചേരി വീട്ടിലേക്ക് വന്നുകൊണ്ട് തന്നെ ഞാനിവിടെയാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ കുറച്ച് വൈകി എണീക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തെ ഉറക്കമുണ്ടായിരുന്നു, അത് മുഴുവനും ഉറങ്ങി തീർത്തിട്ടാണ് ഏറ്റത് കേട്ടോ. 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇവിടെ നിറയെ ഗാർലിക് വൈൻ പൂത്ത് നിൽക്കുന്നത് കണ്ട് അത് നോക്കി പല്ലൊക്കെ തേച്ചു. അത് കഴിഞ്ഞിട്ട് ആര്യയ്ക്ക് സെക്കൻഡ് സ്റ്റഡ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അവൾ ഒരാഴ്ചയായിട്ടുള്ളൂ കേട്ടോ സെക്കൻഡ് സ്റ്റഡ് കുത്തിയിട്ട്. അപ്പോൾ അത് സ്വർണ്ണത്തിൻ്റെ ആക്കി കൊടുത്തതാണ്. അപ്പോൾ ഭയങ്കര വേദന കാരണം അവളിങ്ങനെ കിടന്ന് പൊളയായിരുന്നു. അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ അത് ഇട്ട് കൊടുത്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരാൾ തലപൊക്കി നോക്കുന്നുണ്ട് കേട്ടോ തെങ്ങിൻ്റെ ചോട്ടിൽ. അപ്പോൾ അതിനെ നോക്കിയിട്ട് വീഡിയോ എടുത്തപ്പോഴേക്കും അത് താഴേക്ക് പോയി. അത് കഴിഞ്ഞ് കുറേ തുണികൾ കഴുകാണ്ട്, നമ്മുടെ ഹോസ്പിറ്റൽ കേസിൻ്റെ തുണികളൊക്കെ കഴുകാനാണ്. കുറച്ചൊക്കെ മെഷീനിൽ ഇട്ട് കൊടുത്തു. പിന്നെ കുറേയൊക്കെ അമ്മ കഴുകിയിട്ടത് വിരിച്ചിട്ടതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ മടക്കി മേലേക്ക് വെച്ചു. ഇനി മേലേക്ക് ഒന്ന് മറാലയൊക്കെ തട്ടി അടിച്ച് വാരി തുടയ്ക്കണം. അപ്പോൾ കസേരകളും ഒക്കെ, ഇവിടെ കുറച്ച് ഫർണിച്ചർ കൂടുതലാണ് കേട്ടോ. മണ്ണാർക്കാട് വീട് കൊടുത്തപ്പോൾ അതിലെ ഫർണിച്ചറും എല്ലാം കൂടെ ഇവിടെ കൊടുത്തിട്ട് കുറേ ഫർണിച്ചറാണ്. അപ്പോൾ റൂമൊക്കെ നിറയെ സാധനങ്ങളാണ്. അതൊക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി അടിച്ച് വാരിയൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം തന്നെ ഒന്ന് പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ പണിയും കഴിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിൽ തടഞ്ഞതാണ് എൻ്റെ കല്യാണ ആൽബം. അതെടുത്ത് നോക്കി. അത് നോക്കിയപ്പോൾ എനിക്ക് കുറേ സങ്കടവും എന്തൊക്കെയോ മനസ്സിലൂടെ ഇങ്ങനെ മിന്നി മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ക്ലീനിങ്ങും കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മ ചോറും മത്തങ്ങ കറിയും അച്ചാറും കൊണ്ടാട്ടം വറുത്തതും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് വേണ്ടിയിട്ട് ഓംലേറ്റും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മമാരുണ്ടാക്കി തരുന്ന എന്ത് ഭക്ഷണമാണെങ്കിലും അടിപൊളി ടേസ്റ്റ് അല്ലേ. അപ്പം ഞാൻ വേഗം തന്നെ കുറച്ച് ചോറെടുത്ത് ഉണ്ണേട്ടന് വേണ്ടിയിട്ട് പൊതിയാണ് കേട്ടോ. ഉണ്ണേട്ടൻ കുറച്ച് ചോറ് കുറവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി ഒരു പൊതി ചോറ് ഉണ്ണേട്ടനും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും പൊതിഞ്ഞ് അച്ഛനോടും അമ്മോടൊക്കെ യാത്ര പറഞ്ഞ് ഞാൻ പോകാൻ ഇറങ്ങിയത്. അപ്പോൾ അത് അമ്മ എൻ്റെ കൂടെ വന്ന് യാത്രയാക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം.